ഒരു പിന്നെ ഹോട്ടലിലോട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇതുവഴിയാണ് പോകേണ്ടത്. ഇവിടെയാണോ എന്നറിയത്തില്ല സ്റ്റാർബക്സ്. ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് പോലെ എനിക്കൊരു ഫീല് തോന്നുന്നുണ്ട്. ഇന്നത്തെ ഫുഡ് നമ്മുടെ ഉമയുടെ അങ്കിളിൻ്റെ വകയാണ്. ലഞ്ച് ഞങ്ങൾ ലോട്ടസ് ടെമ്പിൾ കണ്ടു. എന്നിട്ട് നേരെ ഇങ്ങോട്ടേക്ക് എത്തി. നല്ല മഴ വരണം. ഈ മഴ സമയത്ത് എന്തായാലും ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ 3 പേരും ഉണ്ട്, ഞാനും ഉമയും ദേണ്ടേ നിഷി. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറുന്നുണ്ട്. ഇത് ഫുഡ് കോർട്ടാണെന്നുള്ളത് മനസ്സിലായി. ഇവിടെ എവിടെയോ അങ്കിളുണ്ട്. അപ്പോൾ തപ്പി കണ്ടുപിടിക്കണം അങ്കിളിനെ. ഇപ്പോൾ അത് ഇവിടെ നമ്മൾ വന്നിരിക്കുന്ന KFCയുടെ സൈഡിലാണ്. അങ്കിൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എവിടെയാണെന്നുള്ളത് കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്കിലാണ് നമ്മൾ. ഞങ്ങൾ സീറ്റ് പിടിച്ചു. അത് അങ്കിളിന് വേണ്ടിയിട്ട് പിടിച്ചിട്ടു. വേണ്ടിയിരിക്കണം മഹതി. അപ്പോൾ ഞങ്ങളിന്ന് ഓർഡർ ചെയ്തത് KFC ആണ്. വേണ്ടേ ആ ഒരു ബർഗർ തിന്നുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ വയറ് നിറയും. അങ്കിൾ വീണ്ടും പിസ്സ ഓർഡർ ചെയ്യാൻ പോയിട്ടുണ്ട്. എന്താവും എന്നറിയത്തില്ല. കഴിച്ചു നോക്കാം. അതെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഞങ്ങൾ ഓരോ എന്താ കഴിച്ച ബർഗർ കഴിച്ചു, പിന്നെ 6 പീസ് KFCയും കഴിച്ചു ചെറുത്. അപ്പോൾ അങ്കിളിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു, അങ്കിൾ ചോദിച്ചു ഞാൻ പിസ്സ കൂടെ ഓർഡർ ചെയ്യട്ടെ. അപ്പോൾ അങ്കിളിന് വേണ്ടിയിട്ട് പിസ്സ ഓർഡർ ചെയ്യാൻ വിട്ടതാ. പക്ഷേ ഇത്രയും വലിയൊരു ടാസ്ക് ഞങ്ങളെ ഏൽപ്പിക്കുമെന്ന് കരുതിയില്ല. ദേ കണ്ടോ, ഇതൊരു 10-50 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. എന്നിട്ട് അവസാനം അങ്കിള് പറഞ്ഞതുണ്ട്, നിങ്ങൾ പാക്ക് ചെയ്ത് തരാൻ, നിങ്ങൾ കൊണ്ടുപോയി വൈകുന്നേരം സ്നാക്സായിട്ട് കഴിക്കാൻ. സത്യമായിട്ട് ഇത് ഹെവിയാ. ഉമ നീയും കൊള്ളാം, നിന്റെ അങ്കിളും കൊള്ളാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ കുത്തബ് മീനാർ. സത്യം പറഞ്ഞ മഴയാണ്. മഴയത്ത് നനഞ്ഞ് കുത്തബ് മീനാർ കാണാൻ വന്നു. ഷൂവിനകത്തൊക്കെ വെള്ളമാണ്. പാർക്കിൻ്റെ സൈഡിലെല്ലാം വെള്ളമാണ്. കുഴപ്പമില്ല, എന്നാലും നമുക്ക് കുത്തബ് മീനാർ കണ്ടാൽ മതിയല്ലോ. പക്ഷെ രസമുണ്ട് കേട്ടോ മഴ നനഞ്ഞ് കാണണല്ലേ. കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ കുത്തബ് മീനാർ സമർപ്പിക്കുന്നു. ഇതാണ് കുത്തബ് മീനാർ. പണ്ട് നമ്മൾ പറയുമായിരുന്നു ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ളത് കുത്തബ് മീനാർ. നിങ്ങൾക്ക് പറയുമോ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ളതെന്ന്? അല്ല, താജ്മഹലിനാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ളത്. പക്ഷേ ഇതിൻ്റെ ഹൈറ്റ് കാണുമ്പോൾ എല്ലാവരും പറയും ഇതിനാണ് ഹൈറ്റ് കൂടുതലെന്ന്. തെറ്റാണ് ഉണ്ണികളെ, തെറ്റാണ്. അപ്പം നിഷിക്കായിട്ട് ഞാനിതാ കുത്തബ് മീനാർ സമർപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് കുത്തബ് മീനാർ. കണ്ടല്ലോ. നമ്മളിവിടെ നിന്ന് ഒരു പയ്യനെ വിളിച്ചിട്ട് ഞങ്ങൾ കുത്തബ് മീനാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 3 പേരും കൂടെ ചേർന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ രാത്രി കാണാൻ വരാനാണ് ഭയങ്കര ഭംഗി. കാരണം ഭയങ്കര രസമുള്ള സ്ഥലങ്ങളല്ലേ, എല്ലാ കൊത്തുപണികളൊക്കെയുള്ള നല്ല മനോഹരം. ഇത് രാത്രി വരണം. ഇവിടെ മൊത്തവും ലൈറ്റായിരിക്കും. ഭയങ്കര രസമാണ്. പക്ഷെ നമ്മളെന്തായാലും മഴ നനഞ്ഞു നന്നായിട്ട്. ഇതാ ഇവളുടെ കുഞ്ഞമ്മയുടെ മകൾ ദൊറോത്തി ഇല്ലേ, ദൊറോത്തി അമ്മൂമ്മ ഇവിടെ വരുമെന്ന്. നിന്റെ മാമിയുടെ മോളും ഇവളുടെ കുഞ്ഞമ്മയുടെ പഴയ ബംഗ്ലാവ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ അപ്പം ഞാൻ പറഞ്ഞു രാത്രി നോക്കിക്കൊണ്ട് ദൊറോത്തി. നമ്മളതിനേക്കാളും ദൊറോത്തിന്റെ അടുത്തല്ലേ നിക്കണേ. ബ്ലഡി. അപ്പൊ ഞാൻ ഇതേ ലിവിളുമാരോടൊപ്പമാണ്. ഇത് വാൽപ്പാറയോ? ഇത് കുത്തബ് മീനാർ. അത് 5 അമ്മച്ചി കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പറ.
പുത്ത പുതിയനായി നമ്മളത് പഠിച്ചു തരാൻ അതെ ഇന്നലെ എനിക്കൊക്കെ ക്ലാസ് എടുത്തത് ഓ എങ്ങനെ വരട്ടെ എന്നിട്ട് എല്ലാ മോന്മാരെയും പഠിച്ച ബാബറിന്റെ മോനാണ് അക്ബർ. വിളി അപ്പൊ ഇപ്പൊ എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ട്. എല്ലാരും കാണാപ്പാടാൻ പഠിച്ചതെല്ലാം മറന്നുപോയി, പരീക്ഷയിൽ തോറ്റുപോയി. അക്ബറിന്റെ മോനാണ് ഷാജഹാൻ. അതൊക്കെ നമുക്ക് നേരത്തെ അറിയാം. ഇതാരാ മോൻ? ഇത് ആരെയും മോനല്ല, തന്നെ ഉണ്ടായതാ. ഇത് വേറെ അത് വേറെ. അയ്യോ വയ്യ. കണ്ടു, മഴ നനഞ്ഞു. ഇനി നേരെ നമ്മൾ അടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. നാളെ രാവിലെ നമ്മൾ ഇവിടെ നിന്ന് പോകാമെന്നാണ് ചിന്തിക്കുന്നത്. അപ്പം ഓക്കെ ബൈ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ കുത്തബ് മീനാറിൻ്റെ. ഒരാൾക്ക് 40 രൂപയാണ്. ഇവിടെ ക്ലോക്ക് റൂമുണ്ട്. ക്യാഷ് ഓൺലി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് വയ്ക്കണം. അങ്ങനൊരു വ്യവസ്ഥ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇനി വരുന്നവർ പിന്നെ കുത്തബ് മീനാറിൻ്റെ അവിടെ എത്തുന്നതിന് മുമ്പാണ് നമുക്ക് ബൈക്കൊക്കെ പാർക്കിംഗ് ഉള്ളത്. അപ്പോൾ പാർക്കിംഗ് ചെയ്തതിന് ശേഷം പാർക്കിങ്ങിൻ്റെ അകത്താണ് ആക്ച്വലി നമ്മുടെ പിന്നെ ടിക്കറ്റ് കൗണ്ടറുള്ള. ടിക്കറ്റ് എടുത്തതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് പിന്നെ കുത്തബ് മീനാറിലോട്ട് കയറേണ്ട സ്ഥലം. इसपे सिर्फ एक स्पीड पे चलाना होता है. हाँ, नहीं तो पूरा पानी. बाइक लेकर आ गया तो मेरे जिप्सी का पिस्टन ही टूट गया था यहाँ पे. ഓക്കെ. അപ്പൊ ഇപ്പൊ ഞങ്ങൾ വീണ്ടും കഫേ ആരാനില് കുടുംബം മൊത്തം ഇവിടെ അങ്ങ് കഫയായിട്ട് നിൽക്കുകയാണ്. പോണില്ല ഇവിടം വിട്ട്. हमारा सपन जी, हमारा सपन जी या देखो हमारे लिए क्या लेकर आए हैं. ये हमारे स्वीट फ्रेंड्स आप तो कमेंट्री देना. नहीं, ये सपन देखो क्या है कि सुबह इसको गोभी का फूल मिला था, इसको ब्रेकअप हो गया था. गोभी का फूल से सब्जी बना के इसका ब्रेकअप हो गया था उमा से अब, लेकिन उसको पटाने के लिए फिर फूल लेके आया है. मजे की बात है कि उमा का बॉयफ्रेंड उसके साथ में था. सुनो तेरे हिम्मत का बात है. वाओ, थैंक यू पैसे खर्च थैंक कर यू दिए इसने. थैंक यू. आज इसको रात को नींद आएगा कि नहीं? अरे या आप लोग सब देखा है ना. सभी के फूल एक बार देख लो. सभी के फूल देख लो. उमा के फूल देख लो. उमा को देख लो. देख लो, उमा को पटाने के लिए वो अलग फूल लेके ना, हम लोग के लिए सिंगल पीस है. उमा को देखो. हाँ, कल के लिए भी है. वैसे एक बात और बोलना है मेरे को. उमा, तूने कोरियन बॉयफ्रेंड भी बना लिया. जवाब नहीं तेरा. चीर के देख ले, हिंदुस्तानी निकलेगा. अरे उमा देख लो. इसको बोलते हैं रोज आया करो. അങ്ങനെ സുഹൃത്തുക്കളെ ഉമ്മ പെട്ടു. 3 പേരാണ് പൂവെടുത്തത്. 3 പേര്. ഉമ്മ ഇതിൽ ആരെ ചൂസ് ചെയ്യും? പറ. ആരെ? അതെ അതെ. एक अनार, मेरे मम्मी इतना एक अनार और 3 बीमार. लड़का शाइनी, था दिल्ली में. लव यू, थैंक यू, थैंक यू, थैंक यू. शाइनी ने मेरे को बोल दिया, एंड दिस इज वेरी 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 प्रेशियस. थैंक यू.